In my previous video, I talked about my insecurities and traumas, and I'm continuing from there. So, ഈ കൊല്ലം തുടങ്ങിയ മുതൽ എനിക്ക് രാത്രി എങ്ങനെ പോലും ഞാൻ രാത്രി എഴുന്നേറ്റ് ഒരു 2 മണി 3 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പോകും. സോ എന്താ ചെയ്യേണ്ട ഒരു ഐഡിയ കിട്ടിയില്ല. ഒരു മാസത്തോളം ഇത് കണ്ടിന്യൂ ചെയ്ത് പോയപ്പോൾ ഒരു ദിവസം ഇതേപോലെ രാത്രി ഇങ്ങോട്ട് നീറ്റ് അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് കുറച്ച് ചായപ്പൊടി ഇട്ടിട്ട് ഒരു ചായ ഇങ്ങോട്ട് ഉണ്ടാക്കി അത് നേരെ ഒരു ഫ്ലാസ്കിലേക്ക് പാർന്ന് കുറച്ച് ഗ്ലാസും സംഘടിപ്പിച്ച് എന്നിട്ട് ഞാൻ ബീച്ചിൽ പോയി ഒരു പോസ്റ്റ് ലൈറ്റിൻ്റെ അടിയിലിരുന്ന് അപ്പോൾ എൻ്റെ നിന്ന് ഒരാൾ വന്ന് ചായ വാങ്ങി കുടിച്ച് എത്ര റുപ്യാന്ന് മൂപ്പര് ചോദിച്ച് ഞാൻ 10 റുപ്യാന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ബീച്ചിൽ ചായ ഇട്ടുകൊണ്ട് നിൽക്കാം. സോ അന്ന് ഫ്ലാസ്കിലായിരുന്നു, ഇപ്പം പക്ഷേ ഡെവലപ്പായി വലിയ പാത്രം കുടിച്ചിട്ട് കൊണ്ടുവരും. ആൻഡ് ഐ കോൾ ദിസ് ജോബ് ബാറ്റ്മാൻ ജോബ്. ഞാൻ ഈ പണി രാത്രിയാണല്ലോ എടുക്കുക. സോ അങ്ങനെ ഞാൻ വീഡിയോ എന്തിനാണ് ഉണ്ടാക്കണമെന്ന് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ തന്നെ ആ ജോലിനെ പറ്റിയിട്ടൊരു ഞാൻ തന്നെ കുറച്ച് കാണുന്നൊരു പണി ഇടയ്ക്ക് കുറച്ച് കാണലുണ്ട്. അതായത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ എൻ്റെ ഒരു ക്യാപ്പ് ഉണ്ടാവും. ഞാൻ ആ ക്യാപ്പ് വെച്ചിട്ട് തല ഹത്തി നടക്കല്ല അവരെ വരുന്ന കാണുമ്പോൾ എൻ്റെ പാസ് ചെയ്ത് പോകുമ്പോൾ എല്ലാവരും പറയും ഇപ്പോൾ ഏത് പണിയാണെങ്കിലും അതിന് അതിൻ്റെ മാന്യത ഉണ്ട്, കാര്യങ്ങളുണ്ട്, സെറ്റാണെന്നൊക്കെ. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നമുക്ക് ഓരോന്ന് മനസ്സിലാവുള്ളൂ. അതായത് ഇന്നാളൊരു ദിവസം വന്നിട്ടുണ്ട് എന്നോട് ഒരുത്തൻ ഞാൻ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വരാം, എടാ എനിക്കിതാണോ പണി, എൻ്റെ വീട്ടിൽ അത്രയും കഷ്ടപ്പാടാണോ? എനിക്ക് വന്ന ദേഷ്യത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷേ വേറെയും ചിലരുണ്ട്, അതായത് ഞാൻ ഈ പണിയാണ് ചെയ്യണമെന്ന് അറിയുമ്പോൾ ഈ പണിയാണല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കോൺവെർസേഷൻ അങ്ങനെ ലീഡ് ചെയ്യുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ചോളം അതാണ് ഏറ്റവും ബെറ്റർ. ഐ മീൻ ഈ ആവശ്യമില്ലാത്ത കൺസേൺ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഫസ്റ്റ് ഒന്ന് മാസ്ക് ഒന്നും ഇടലില്ലായിരുന്നു, പിന്നെ ഞാൻ മാസ്ക് ഇടാൻ തുടങ്ങി. ആരെയും വരുമ്പോൾ പിന്നെ എളുപ്പമായല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ചില ദിവസങ്ങളിൽ ഭയങ്കര കഷ്ടപ്പെട്ടിരിക്കുക. ഇന്നൊക്കെ ഭയങ്കര രസമായിരുന്നു, നല്ല രസമാണ്. ചില സമയത്തൊക്കെ ഭയങ്കര രസമാണ്. ആക്ച്വലി എൻ്റെ ചായക്ക് അവിടെ ഭയങ്കര ഫാൻസൊക്കെ ഉണ്ട്. എൻ്റെ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങി കുടിക്കുന്ന കുറേ ടീംസ് ഉണ്ട്. ഇപ്പോൾ അവിടെ വരുന്ന ആൾക്കാർ വാങ്ങിയില്ലെങ്കിൽ പോലും അവിടെ വർക്ക് ചെയ്യണം, പാട്ട് വേണം വരുന്നവർ, അവിടെ സാധനങ്ങൾ വിൽക്കണവർ കുടിക്കാറ്, ഐശ്വര്യത്തിൽ വിൽക്കണവർ വാങ്ങി കുടിക്കലുണ്ട്, ബുക്ക് വെക്കാൻ വരുന്നവർ വാങ്ങി കുടിക്കലുണ്ട്, ഡെയിലി എല്ലാ ദിവസവും വാങ്ങി കുടിക്കാറുണ്ട്. സോ ഇറ്റ് വാസ് എ ഹ്യൂജ് സക്സസ്. ഞാനങ്ങനെ സുലൈമാനി വേണമെന്ന് ചോദിച്ച് നടക്കുന്ന സമയത്ത് ഒരാൾ പറയാം, ഹൈ മാപ്പിള ചായ എന്താ അത് എന്ന് പറഞ്ഞിട്ട് വേണ്ടാന്നുള്ള പോലെ പറഞ്ഞു. ഇയാൾ തമാശക്ക് ചെയ്തതാണോ സീരിയസ് ആയിട്ട് ചെയ്തതാണോ എന്ന് മനസ്സിലാവില്ല. അതങ്ങനെ പോയി. പിന്നെ ചില പാരൻസൊക്കെ കുട്ടികളെ കാണിച്ച് പേടിക്കും, ഇതാ മൂപ്പര് കൊണ്ടുവിട്ടു എന്നുള്ള പോലെ. ഈ മാസ്കും തൊപ്പിയൊക്കെ ഇട്ടിട്ടാണല്ലോ നടക്കുക. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും. പിന്നെ വേറെ ഒരുത്തുണ്ട്, ഇവൻ്റെ കൂടെ പഠിച്ച ഇവൻ ഡെയിലി ഉണ്ടെങ്കിൽ ചായ വാങ്ങി കുടിക്കും. രാത്രി 12 മണി 1 മണിയൊക്കെ അവൻ അവിടെ ഉണ്ടാവും. ഇവൻ വരും, വന്നിട്ട് ഞാനും ഇവനും കൂടി കുറച്ചിലിരിക്കും. അപ്പോൾ ഇവൻ്റെ ചായ വാങ്ങി കുടിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് കൂടി പെൺകുട്ടികൾ പാസ് ചെയ്ത് പോവാണെങ്കിൽ ഇവൻ്റെ പൈസ എടുത്തിട്ട് അവർക്ക് ചായ വാങ്ങി കൊടുക്കും. ആരാന്ന് പോലും അറിയില്ല, അന്ന് കാണാനായിട്ടിരിക്കും എന്നാലും. സോ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഐ എൻജോയ് ദാറ്റ് വർക്ക്. എന്താണ് ഈ അനാവശ്യമായിട്ടുള്ള ഈ കൺസേൺ കാണിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. ദിസ് ഹാപ്പൻ ടു ബി ദ ലാസ്റ്റ് വീഡിയോ ഐ ടോക്ക് അബൌട്ട് മൈസെൽഫ്. ഐ എം നോട്ട് ഗോണ ഡു ഇറ്റ് അഗെയിൻ. Obviously I will talk about some other things like movie reviews and else, but I'm never gonna talk about myself again. Thank you. And if you watched all of these 3 videos, I don't know, I'm very happy about that. Thank you for watching.